ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ സഹിതം പറയുകയാണ്. ഇതിപ്പോൾ ഒരു 7UPൻ്റെ ലോഗോയാണ്. അപ്പോൾ ഇത് 7UPന് ഒരു പ്രൈമറി കളർ കാണണം. ഓക്കെ, ഈ ഒരു പ്രൈമറി കളർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനാദ്യം ആക്ഷനിൽ വന്നതിന് ശേഷം പ്ലഗിൻസ് ആൻഡ് പ്ലഗിൻസിൽ വരിക. അതിനുശേഷം ഇവിടെ ഒരു പ്ലഗിൻ സെർച്ച് ചെയ്യുക. അതിൻ്റെ പേര് ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. Tailwind CSS കളർ ജനറേറ്ററാണ്. അതിവിടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ വരും. നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ റൺ കൊടുത്താൽ മതി, അത് ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ ഞാനിവിടെ ഇത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ഓപ്പണായി വരും. ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ കോഡ് നമ്മൾ കോപ്പി ചെയ്യണം ആദ്യം. അപ്പോൾ അതിനായിട്ട് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ജസ്റ്റ് ട്രയാങ്കിൾ എടുത്ത് വരയ്ക്കുക. അതിനുശേഷം ട്രയാങ്കിൾ സെലക്ട് ചെയ്യുക, ഐ ടൂൾ ക്ലിക്ക് ചെയ്യുക, എന്ന് പറഞ്ഞാൽ കീബോർഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കളർ നമുക്കിവിടെ കിട്ടും. ഇനി ഇതിൻ്റെ കോഡാണ് നമുക്കിവിടെ, ഇതാണ് അതിൻ്റെ കോഡ്. ഈ കോഡ് എന്ത് ചെയ്യുക, നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കളർ ഇവിടെ മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കളറിൻ്റെ പേര് കൊടുക്കണം. ഇതിപ്പോൾ പ്രൈമറി കളറാണ്. അപ്പോൾ എന്തെങ്കിലും കളർ നമുക്ക് കൊടുക്കാൻ പാടില്ല, കറക്റ്റായിട്ടുള്ള കളറായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. പ്രൈമറി കൊടുക്കാം, ബ്രാൻഡ് കളർ കൊടുക്കാം, അല്ലെങ്കിൽ മെയിൻ കൊടുക്കാം. പക്ഷേ ആ കളർ കൊടുത്തു കഴിഞ്ഞാൽ ആ കളറായിരിക്കണം, ആ കളറിലൊരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. അപ്പോൾ ഞാനിവിടെ പ്രൈമറിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, പ്രൈമറി. അതിനുശേഷം ജനറേറ്റ് കളർ ഗൈഡുണ്ട്, ഞാൻ ക്രിയേറ്റ് സ്റ്റൈൽ ഇവിടെ കൊടുക്കും. അപ്പോൾ നമുക്കിതാ ഇവിടെ കളർ പാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആയി. പ്രൈമറി കളർ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. നമുക്കിവിടെ നോക്കുമ്പോൾ അത് കണ്ടില്ലേ, പ്രൈമറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കളറിൻ്റെ കോഡ് ഇവിടെ കളർ സ്റ്റൈൽ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. കളർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്പേഴ്സ് നോക്കിക്കണം. അതായത് ഏറ്റവും ലൈറ്റ് കളർ ഏറ്റവും കുറഞ്ഞ വാല്യൂ, അതായത് 50, പിന്നെ 100, 200, 300, 400, അങ്ങനെ ലാസ്റ്റ് വന്നിട്ട് 950. അതായത് നമ്മൾ കളർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്പർ ഫോളോ ചെയ്ത് പോവാം. കളർ സ്റ്റൈൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ പേരൊന്ന് മാറ്റണം. ഇതിപ്പം ഇവിടെ 50 ഉണ്ട്, ഇവിടെ 900 ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ 1000 ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വരിക, 1000 കൊടുക്കുക, ഇത് ചെയ്യുക. അപ്പോൾ ഇവിടെ 1000 എന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. ആ വേർഡ് നമ്മൾ ഇവിടെ മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൈമറി കളർ. ഈ ഒരു 7UPൻ്റെ ആപ്പ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രൈമറി കളറായിട്ട് ഉപയോഗിക്കണം ഇതാണ്. ഇനി ഇതുപോലെ പ്രൈമറിന് സെക്കൻഡറി ഉണ്ട്, ടെറിറ്ററി ഉണ്ട്, അങ്ങനെ 2 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പ്രൈമറി കളറാണ് മെയിൻ. ഇതുപോലെ തന്നെയാണ് സെക്കൻഡറി കളറുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾ ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത് റെഡ്, അത് ഇൻഡിക്കേറ്റേഴ്സാണ്, ഗ്രീൻ, പിന്നെ ഉള്ളത് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഗ്രേ ആണ്, ഗ്രേ കളർ. ഗ്രേ കളർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും ഡാർക്ക് കളറില്ലേ, ബാക്ക് കിട്ടിയ ഇതിൻ്റെ ഗ്രേ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നിയമമൊന്നുമില്ല. പക്ഷേ ഒരു ഡിസൈനിലൊരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഒരു കളർ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ കളർ കോഡൊന്ന് കോപ്പി ചെയ്യണം. അതിനുശേഷം തിരിച്ച് ഞാൻ ഈ പ്ലഗിനിൽ വന്നതിന് ശേഷം ഇവിടെ ഈ കളർ കോഡൊന്ന് പേസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ഒരു കളർ പാലറ്റിലുള്ള ആ സെയിം കളറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കാര്യം നമ്മൾ ഇതിൽ നിന്നൊക്കെ എടുത്ത കളറാണ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ HSL ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ ലൂമിനോസിറ്റിയും സാച്ചുറേഷനും ഒന്ന് കുറച്ചും കൂട്ടി നമ്മൾ കൊടുക്കുകയാണ്. അത് കണ്ടല്ലേ, ഇപ്പം ഞാൻ സാച്ചുറേഷൻ കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രേ ടോൺ ഇവിടെ കിട്ടുന്നത് കണ്ടല്ലേ, ഈ കളറിൻ്റെ ഗ്രേ ടോണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ ഗ്രേസ് എന്നും പറഞ്ഞ് ഒരു സ്റ്റൈലിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഗ്രേയും കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഗ്രേയിലെ ഷെയ്ഡ്സും ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ലോഗോ നെറ്റിൽ നിന്ന് എടുക്കുക, ഇഷ്ടമുള്ള ലോഗോ നെറ്റിൽ നിന്ന് എടുക്കുക, അതിൻ്റെ പ്രൈമറി കളർ ക്രിയേറ്റ് ചെയ്യുക, ഗ്രേസ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ ഈ റെഡ്, ഗ്രീൻ ആൻഡ് യെല്ലോ അതിൻ്റെ ഷെയ്ഡ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഉപയോഗിക്കേണ്ട പ്ലഗിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ Tailwind CSS കളർ ജനറേറ്റർ. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിൽ പക്കയായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ പ്രൈമറി ആണ് കളറാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെവലപ്പർ വന്നിട്ട് പറയുകയാണ് ബട്ടണിൻ്റെ കളർ എന്ത് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം പ്രൈമറി 600 എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൈമറി 200 പറയാം. അല്ലാതെ നമ്മളിവിടെ പ്രൈമറി 100 കൊടുത്ത് 30 എന്ന് കൊടുത്ത് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ പ്രൈമറി എന്ന ബ്രാൻഡ് കളർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രൈമറിക്ക് അകത്ത് തന്നെ ഇതുപോലെ
കറക്റ്റ് ഓർഡറിൽ കളർ ക്രിയേറ്റ് ചെയ്ത് പോകണം. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് P1 P2 P3 ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതിനെക്കാട്ടും നല്ലത് ഇതുപോലെ നമ്പേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമായിരിക്കും, നമുക്ക് ഡെവലപ്പേഴ്സിന് കൈമാറാനും കുറച്ച് എളുപ്പമായിരിക്കും. അതുപോലെ ഗ്രേസിൽ നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കണം. വേണമെങ്കിൽ നമ്മൾ ഗ്രേയിൽ Grey 1 Grey 2 Grey 3 അങ്ങനെ കൊടുക്കാം. പക്ഷേ നമ്മളിതുപോലെ അങ്ങനെയും കൊടുക്കാം, അത് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേ എന്ന് പറഞ്ഞാൽ ഫോറിൻ്റെ അകത്ത് Grey 1 Grey 2 Grey 3 അങ്ങനെയും കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ 50 100 200 അങ്ങനെ കൊടുക്കാനും പറ്റും. അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു 3-4 ലോഗോസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കായി നമ്പറൊക്കെ ജനറേറ്റ് ചെയ്യും. മുമ്പ് നമ്മൾ ഇങ്ങനെയല്ല ചെയ്തിരുന്നത്, ഓരോന്ന് മാനുവലായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കളർ പാലറ്റ് നമുക്ക് മാനുവലായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്പർ വന്നപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടാനും പറ്റും. വേണ്ട, ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്തിടാനും പറ്റും. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് പകരം കറക്റ്റാണ്, അതിനെ കാണിച്ചു തന്നതാണ്. ഇനിയിപ്പം നിങ്ങൾ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞു, കളർ സ്റ്റൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തില്ല, അപ്പോൾ നിങ്ങൾക്ക് പർട്ടിക്കുലർ കളറെല്ലാം ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മാറ്റണം. അത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അതിന് ചെയ്യേണ്ടത് നമ്മൾ ഡിസൈൻ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക, അതിന് Ctrl A അടിക്കുക. അതിനുശേഷം ഇവിടെ ഷോ സെലക്ഷൻ കളറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് കളറിങ് ഇതുപോലെ വന്ന് കിടക്കും. ഞാൻ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഏത് കളറാണോ മാറ്റേണ്ടത് ആ കളറിൻ്റെ ഇവിടെ നേരെ വന്നിട്ട് ഒരു ചെറിയ റൗണ്ട് ഐക്കൺ കാണണ്ട, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ കളർ എവിടേക്കൊണ്ട് അതൊക്കെ കാണിച്ചു തരും. അതിനുശേഷം ഫില്ലിൽ പോയതിന് ശേഷം നമ്മളിവിടെ ഡിറ്റാച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കളറിലേക്ക് വരിക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള കളർ ഇതുപോലെ മാറ്റാൻ വേണ്ടി കഴിയും. ഓക്കെ, കളർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ ചെയ്താലും ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബട്ടൺ നമ്മളിപ്പോൾ ഒരുമിച്ചെല്ലാം ടെക്സ്റ്റെല്ലാം മാറ്റിയില്ലേ. അപ്പോൾ നമുക്ക് ഇപ്പം നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കോൺട്രാസ്റ്റ് ചെക്കർ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പ്ലഗിൻ ഇടുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഈ ടെക്സ്റ്റാണ്, നമുക്ക് ടെക്സ്റ്റ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല, കണ്ടില്ലേ, ടെക്സ്റ്റ് നമുക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരു പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലഗിൻ വിഡ്ജസിൽ വന്നതിന് ശേഷം കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലഗിനുണ്ട്, കോൺട്രാസ്റ്റ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വിൻഡോ ഓപ്പൺ ആയി വരും. ശേഷം നമ്മൾ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുമ്പോൾ കണ്ടല്ലേ കോൺട്രാസ്റ്റ് ഇവിടെ ഫെയിലായിരിക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കളർ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കേ, കോൺട്രാസ്റ്റ് ഇപ്പം നോക്കിക്കേ, ഇവിടെ എല്ലാം പച്ച കത്തിയില്ലേ, പക്ഷേ ഇത് മാത്രം ഫെയിൽ എന്ന് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കറക്റ്റ് കൊടുക്കണം. അപ്പം എല്ലാം കറക്റ്റായി. അപ്പോൾ ഇതുപോലെ നമ്മൾ ആപ്പൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കോൺട്രാസ്റ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് കളർ നമ്മൾ കറക്റ്റാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി കോൺട്രാസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലഗിനാണ്. ഇതൊന്നും കൂടെ ഒന്ന് മനസ്സിൽ വെച്ച് ചെയ്യുക.